Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹാദരങ്ങൾ നിറഞ്ഞ വന്യരായ സയ്യിദവർകളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതിലുപരിയായി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകമായ ദിവസത്തിലും മാസത്തിലുമാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളികളിലും നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷവുമൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന, അതല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ, റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന വല്ലാത്ത ഒരു പ്രാർത്ഥന. ഇത് പരിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. അതൊന്നും പോരാ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കും വേണം. ബല്ലിഗ്നാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എങ്ങനെങ്കിലും റമളാനിൽ എത്തിയാൽ പോരാ. ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നോമ്പ് നോൽക്കാനും മറ്റു സുഹൃതങ്ങൾ ചെയ്യാനുമുള്ള എല്ലാ ആരോഗ്യത്തോടുകൂടെയും അല്ലാഹുവേ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ എന്നാണ്. എന്നാൽ റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് പരിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ മാസമായ പരിശുദ്ധ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചകളിലെ ഖത്തീബുമാർ പള്ളികളിൽ നിന്നൊക്കെ ഖുത്ബ ഓതുന്ന സമയത്തൊക്കെ കൃത്യമായി ആ ഖുത്ബയിലൊക്കെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത പുണ്യമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരുമെന്നാണ്. 5 ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള അതിലെ ഒരു ദിവസം തന്നെ റജബിലെ 1-ാമത്തെ രാത്രിയായിരുന്നു. എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ആ തുടക്കം ദിവസം തന്നെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദിവസമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റജബ് വളരെ പുണ്യമുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ചോദ്യം വളരെ ശക്തമായ ചോദ്യം തന്നെ ചോദിക്കണം. അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് ചോദിക്കണം. അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് ചോദിച്ചാൽ അള്ളാഹു തരാൻ റെഡിയായി കാത്തിരിക്കുകയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും,
നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റജബ് മാസത്തിനെ പറ്റി പറഞ്ഞിടത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുമെന്നാണ്. ഈ റജബ് മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 8 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, ഒരു 7 ദിവസം നോമ്പ് നോറ്റാൽ, 10 ദിവസം നോമ്പ് നോറ്റാൽ, 15 ദിവസം നോമ്പ് നോറ്റാൽ, പോകട്ടെ ഒരു നോമ്പ് നോറ്റാൽ പോലും വലിയ കൂലി. മഹാന്മാര് പറയുന്നുണ്ട്, ഒമൻ സ്വാമ സമാനിയത അയ്യാം, 8 ദിവസം ഒരാൾ റജബിൽ നിന്ന് നോമ്പ് നോറ്റാൽ നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടുമെന്നാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുമത്രേ. ഒമൻ സ്വാമ സബഅത അയ്യാം, ഒമൻ സ്വാമ സബഅത അയ്യാം, 7 ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ഒമൻ സ്വാമ അശറത അയ്യാം, 8 ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അഅതാ. മുഹറം മാസത്തിൽ നിന്ന് ഒരു 10 നോമ്പ് ഒരാൾ നോറ്റാൽ അള്ളാഹുവിനോട് അവനൊന്നും ചോദിച്ചിട്ടില്ല, അള്ളാഹു അത് നൽകിയിട്ടല്ലാതെ. 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ പറയുമത്രേ, മനുഷ്യ നിന്റെ എല്ലാ പാപങ്ങളും പുറത്തിട്ടുണ്ട്, തിന്മകളെ നന്മയായി മാറ്റിമറിച്ചിട്ടുണ്ട് മനുഷ്യ. 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റിട്ട് എന്റെ സഹോദരങ്ങളെ മുഹറം മാസത്തിൽ നിന്ന് ഒരു 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് പറയുന്നത്, മനുഷ്യ നിന്റെ എല്ലാ പാപങ്ങളും പുറത്തിട്ടുണ്ട്, പോരാ നിന്റെ തിന്മകളെ നന്മയായി മാറ്റിമറിച്ചിട്ടുണ്ട്. അവൻ കള്ള് കുടിച്ചിട്ടുണ്ട്, അവൻ ചീട്ട് കളിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണുകൊണ്ട്, അവന്റെ കാലുകൊണ്ട്, അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ കൊണ്ട് ഇഷ്ടം പോലെ ഹറാമുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ദർബാറിലെത്തിയാൽ, അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ എന്റെ മുഅ്മിനേ, അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ, ആ തിന്മകൾക്ക് പകരം അവിടെ നന്മകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാരണമെന്നറിയോ? റജബ് മാസത്തിൽ നിന്ന് 15 ദിവസം നോമ്പ് നോറ്റതാണ്. മഹാന്മാർ ഇങ്ങനെ ഇതിന്റെ മഹത്വം പറഞ്ഞിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധ റജബിൽ നിന്ന് ഒരു നോമ്പ് നോറ്റാൽ, കതബല്ലാഹു ലഹു ഇബാദത 60 ശഹറാ, 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി. 60 മാസം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ നോമ്പിന് അല്ലാഹു തരുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. റജബ് 27 നമ്മളിലേക്ക് അടുക്കാൻ വരികയാണ്. തൊട്ടടുത്ത ദിവസം റജബ് 27 കടന്നു വരുന്നു. എന്റെ മുഅ്മിനേ, റജബ് 27ന്റെ ഒരൊറ്റ നോമ്പ് നോറ്റാൽ അല്ലാഹു നൽകുന്ന കൂലി 5 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. 5 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു നമുക്ക് തരുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അപ്പൊ സത്യത്തിൽ മുഹറം മാസമൊക്കെ കടന്നു വന്നപ്പോ ഒരു പുതുവർഷത്തിന്റെ ഒരു പുതിയ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട റജബ് മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ നല്ല ദിവസങ്ങളാണ്. ഒരിക്കലും അള്ളാഹിനോട് ചോദ്യം കുറക്കരുത്, തോനെ ചോദിക്കണം, ജാസ്തി ചോദിക്കണം. അള്ളാഹിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ?
ഒരാൾക്കൊരു 5 ലക്ഷം ഉറുപ്പ്യ വേണം. പടച്ചോനെ എനിക്ക് 2 കൊണ്ടാന്നല്ല പറയണ്ടേ, 10 കൊണ്ടാന്ന് പറയാ, 15 കൊണ്ടാന്ന് പറയാ. കാരണം അള്ളാന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് ചോദിക്കണ്ട. അള്ളാഹിനോട് വലിയ വീട് തന്നെ ചോദിക്കുക. കാരണം അള്ളാന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാന്റെ അടുത്ത് അള്ളാന്റെ ഖജനാവൽ വലുതാണ്. ആ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും ചോദിക്കാം. തോനെ കിട്ടി, നിങ്ങളെ ആവശ്യത്തിലേറെ കിട്ടിയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ കുടുംബത്തിൽ എത്ര പാവപ്പെട്ടവരുണ്ട്, നിങ്ങളെ കുടുംബത്തിൽ എത്ര സഹായം ആവശ്യമുള്ളവരുണ്ട്, അവർക്കൊക്കെ എങ്ങനെ വിഹിതം വെച്ച് കൊടുത്താൽ എന്റെ മുഅ്മിനെ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് വേറെ ഒരാളും കൂടി സഹായിക്കാൻ നമുക്ക് അല്ലാഹു നൽകുന്ന അവസരമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് കുറച്ച് ചോദിക്കണ്ട, ഇഷ്ടം പോലെ ചോദിച്ചു വാങ്ങിയിട്ട് ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നന്മകളും ചെയ്യണ കുറച്ച് കാലല്ലേ ഉള്ളൂ, കുറച്ച് സമയമുള്ളൂ. അള്ളാഹുവിന്റെ അടിമകൾക്ക്, റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് വളരെ കുറഞ്ഞ കാലാണ് ഇബാദത്തിനുള്ളത്. അതുകൊണ്ടാണ് 5 കൊല്ലം 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി എന്ന് പറഞ്ഞ 5 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഒരു ദിവസത്തെ നോമ്പിന് തന്നെ അള്ളാഹു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് തോനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് ഇഷ്ടം പോലെ കിട്ടണം, ഒരു സ്വർഗ്ഗത്തിൽ കടക്കണം. എന്റെ സഹോദരങ്ങളെ, ഒരു ദിവസം വരാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ടാൽ ഫൈദാഹും മിനൽ അജ്ദാദി, എല്ലാ മനുഷ്യരും മിനൽ അജ്ദാദ്, ഖബറുകളിൽ നിന്ന് എല്ലാ മനുഷ്യരും ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ റബ്ബിലേക്ക് ഓടി വരികയാണ്. ഇലാ റബ്ബിഹിം യൻസിലൂൻ, എല്ലാവരും ഓടുകയാണ്, ഉണരുകയാണ്. ഖബറിൽ ഇങ്ങനെ സുഖമായി കിടക്കുമ്പോഴാണ്, ഖബറിൽ സുഖസുന്ദരമായി ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ സഹോദരങ്ങളെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത് വരുന്നത്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ടാൽ ഫൈദാഹും മിനൽ അജ്ദാദ്, ഖബറിൽ നിന്ന് മനുഷ്യരിങ്ങനെ എണീറ്റിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അല്ലാഹുവിലേക്ക് അവർ ഉളരിയവരായി ഓടിപ്പോവുകയാണ്. ആ സമയത്ത് അവർ പറയുമത്രേ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ, നല്ല റാഹത്തായി ഇങ്ങനെ കിടക്കുന്ന ആ സുഖനിദ്രയിൽ നിന്ന് ഈ മനുഷ്യനങ്ങ് എണീറ്റിട്ട് പറയുമത്രേ, യാ വൈലനാ മൻ ബഅസനാ, ആരാണ് ഞങ്ങൾക്ക് പുനർജന്മം നൽകിയത്? ഞങ്ങള് സുഖമായി ഇവിടെ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന്, ഈ കിടത്തത്തിൽ നിന്ന്, ഈ ഉറക്കിൽ നിന്ന് ആരാ ഞങ്ങളെ ഉണർത്തിയത്? ആരാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതൊക്കെ സത്യമാണ്, മുർസലീങ്ങൾ വാസ്തവമാക്കിയതാണ്, ഇത് സംഭവിക്കാൻ പോണതാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഈ സൂറെന്ന കാഹളത്തിൽ ഊതാ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അട്ടഹാസം, ഒരൊറ്റ ശബ്ദമല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ആ സമയത്ത് എല്ലാ ജനങ്ങളെയും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ എല്ലാ മനുഷ്യരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതുവരെയുള്ള എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. എല്ലാ മനുഷ്യരെയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കുകയാണ്. ആ ദിവസത്തിൽ എന്റെ മുഅ്മിനേ,
യൗമ ആ ദിവസം ലാ തുദ്ലം നഫ്സുൻ ഒരു നഫ്സിനെയും ആക്രമിക്കപ്പെടൂല ലാ തുദ്ലമു നഫ്സുൻ ഒരു നഫ്സിനെയും വെറുതെ ആക്രമിക്കൂല വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ അവരെ അമൽ ചെയ്തിട്ടുള്ള ഒന്നിനിക്കല്ലാതെ പ്രതിഫലം നൽകുകയില്ല. ഏയ് എന്താണോ നിങ്ങൾ അമൽ ചെയ്തത് ആ അമലിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും. എന്താണോ നിങ്ങൾ അക്രമം നടത്തിയത് ആ അക്രമത്തിനെ ശിക്ഷ നൽകുള്ളൂ. അള്ളാഹു വെറുതെ പിടിച്ച് ശിക്ഷിക്കൂല. ഇപ്പൊ നമ്മക്ക് നമ്മുടെ നാട്ടില് എന്തെങ്കിലുമൊക്കെ ഒരു വിരോധം ആരോടെങ്കിലൊക്കെ ഉണ്ടെന്ന് കൂട്ടുക, നമ്മളെന്താ കാട്ടുക? അടുത്ത ഇലക്ഷൻ വരട്ടെ, അന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി ജനറൽ ബോഡി വരട്ടെ, അന്നെ ഞങ്ങൾ കണ്ടോളാന്ന് പറയും. ചോദ്യം ചെയ്യലും പിടികൂടലൊക്കെ അവിടുന്നാണ്. ഞാൻ അയിമൊന്നും വിട്ടാലേ അന്റെ മോളെ കല്യാണം വരുമ്പോ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. കല്യാണം മുടക്കും. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ട് ശരിയാക്കണ പരിപാടിയാണ് നമ്മളെ സ്വഭാവം. എന്നാലേ അള്ളാഹ്ക്ക് ആ പരിപാടി ഇല്ല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കണെന്ന് വിചാരിച്ച് വെറുതെ പിടിച്ചു ശിക്ഷിക്കൂല. നിങ്ങൾ എന്താണോ തിന്മ ചെയ്തത് ആ തിന്മക്കനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അക്രമത്തിനനുസരിച്ചുള്ള ശിക്ഷയാണ് അള്ളാഹു തരാൻ. ശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ അമൽ ചെയ്തിട്ടുള്ള ഒന്നിനല്ലാതെ പ്രതിഫലമില്ല. ഒരു പക്ഷേ ദുനിയാവിൽ വെച്ച് കള്ളു കുടിക്കുന്നവൻ അള്ളാഹു ശാന്തി നൽകിയേക്കാം, വ്യഭിചരിക്കുന്നവനക്ക് സമ്പത്ത് കൊടുത്തേക്കാം. അജിബ്തു من الرزق المسيء إله ولترك بعض الصالحين فقيرا أجبت من الرزق المسيء إله ولترك بعض الصالحين فقيرا. എത്ര സ്വാലിഹീങ്ങളാണ്, എത്ര കരഞ്ഞ് സങ്കടപ്പെടുന്ന എത്ര പേരാണ്, എത്രയോ മജ്ലിസ് നൂറിൽ വന്ന് കരഞ്ഞു പറഞ്ഞവരാണ്, എത്രയോ മമ്പുറ സലാത്തിന് പങ്കെടുത്തവരാണ്, ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്, പള്ളിയിലേക്ക് സംഭാവന കൊടുത്തവരാണ്, മദ്രസയിലേക്ക് സംഭാവന കൊടുക്കുന്നവരാണ്. എന്നിട്ടും ഒരു പക്ഷേ നമുക്കൊരു സംശയമുണ്ടായേക്കാം, കഴിഞ്ഞ മജ്ലിസ് നൂറിന് ഭക്ഷണം കൊടുത്തത് ഞാനാണ്, കഴിഞ്ഞ മജ്ലിസ് നൂറിന് പായസം കൊടുത്തത് ഞാനാണ്, എന്റെ മകളുടെ വിവാഹം നടക്കാൻ, എന്റെ മകനക്ക് ഒരു കുട്ടി ഉണ്ടായി കാണാൻ, പക്ഷെ അള്ളാഹു അത് നൽകിയില്ലല്ലോ. ഞാനിതൊന്നും നൽകാത്തത് കൊണ്ടല്ലല്ലോ, ഇതൊക്കെ നൽകിയിട്ടും അള്ളാഹു എനിക്ക് നൽകിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എത്ര പേരാണ്. ആരും ടെൻഷൻ ആവണ്ട, ഈ വിഷയത്തിൽ ആരും ടെൻഷൻ ആവരുത്. കാരണം അള്ളാഹു മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നിങ്ങളെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരും. മൂന്നാലൊരു സമയം ഒന്നിരിക്കെ ആ സ്പോട്ടിൽ ഉത്തരം തരും, അപ്പത്തെ തരും. അല്ലെങ്കിലോ കുറച്ച് കഴിഞ്ഞ് തരും. അതും അല്ലെങ്കിലോ നാളെ പരലോകത്തുനിന്ന് നിങ്ങൾ ചോദിച്ചത് എന്തോ അള്ളാഹു തആല അതിന് നിങ്ങൾക്ക് ഉത്തരം തരും. എന്റെ സഹോദരായ എന്റെ മുഅ്മിനേ, ടെൻഷൻ ആവണ്ട, സങ്കടപ്പെടണ്ട, ഒരിക്കലും സങ്കടപ്പെടണ്ട. മൂന്നാലൊരു സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരമെന്ന കാര്യത്തിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്താൽ എത്ര കൊടുത്തിട്ടും പടച്ചോനെ അള്ളാഹു എന്നെ കണ്ടില്ലല്ലോ. നമ്മൾ ചോദിക്കുമ്പോ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അള്ളാഹുവേ ഇതിലുള്ള ഖൈർ നൽകണം അല്ലാ, ഇതിലുള്ള സന്തോഷം നൽകണം അല്ലാ, ശർറിനെ ഒഴിവാക്കണം അല്ലാ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കണത് അങ്ങനെയാണ്, അള്ളാഹുവേ ഖൈർ കൊണ്ടാണ്. കുട്ടികളെ തരല് നമുക്ക് ഖൈറില്ലെങ്കിലോ നമുക്കറിയില്ലോ. മക്കളെ തരല്ല അള്ളാഹു നമുക്ക് ഖൈറാക്കി കണക്കാക്കിയില്ലെങ്കിലോ നാളെ പരലോകത്തിന് അതിന് പ്രതിഫലം നൽകാനാണ് അള്ളാഹു കണക്കാക്കിയെങ്കിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാ ചോദിക്കണ്ടേ, ധൈര്യമായി ചോദിച്ചോളി. ചോദിച്ചതിന് അള്ളാഹു അതൊരു ഇബാദത്തായി പരിഗണിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്മാടികളായ അജിബ്തു മിനൽ റിസ്ഖിൽ മുസീആ ഇലാഹു, അജിബ്തു ഞാൻ അത്ഭുതപ്പെടുന്നു. എന്താ അത്ഭുതം എന്നറിയോ? ജഗനിയന്താവായ തമ്പുരാൻ എത്രയോ തമ്മാടികൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നു. എന്നാലോ വലിത്തർക്കി ബഅളിസ്സാലിഹീന ഫഖീറാ,
വലിത്തറക്കി ബഅദി സ്വാലിഹീൻ, എത്രയോ സ്വാലിഹീങ്ങൾ നല്ല നല്ല മനുഷ്യന്മാർ രാത്രി 3 മണിക്ക് 2 മണിക്കൊക്കെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരാണ്. എത്ര സങ്കടപ്പെട്ട് ദ്വാരിക്കണ എത്ര ആളുണ്ട്. ഓല് എവിടെ കച്ചവടം തുടങ്ങിയാലും പൊട്ടും. മറ്റോന് എവിടെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ തന്നെ പൊരിഞ്ഞ കച്ചവടക്കാരം അല്ലേ. ഓന് ഈ തമ്മാടിയായ കള്ളുകുടിയനായ ആള്, ഞാൻ മോശാക്കി പറയല്ലോ, മോശാക്കി പറയല്ല, കള്ളുകുടിയനെ അല്ലെങ്കിൽ വ്യഭിചരിക്കും മോശം, അങ്ങനത്തെ ആളുകൾക്കും അള്ളാഹു വാരിക്കോരി കൊടുക്കും. തെറ്റ് ചെയ്ത മനുഷ്യർക്കും അള്ളാഹു വാരിക്കോരി കൊടുക്കും. അത് ദുനിയാവിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അമൽ ചെയ്തതെന്തോ, നിങ്ങൾ പ്രവർത്തിച്ചതെന്തോ, ആ പ്രവർത്തനത്തിന് മാത്രമാണ് അള്ളാഹു നാളെ പരലോകത്ത് ഗുണം നൽകുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ആയത്തിന്റെ അർത്ഥം വെക്കുമ്പോഴും ഇത് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു വാരിക്കോരിത്തരാൻ നാളെ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് നന്മകൾ എത്രമാത്രം ചെയ്യുന്നവോ അതിനനുസരിച്ച് അല്ലാഹു പരലോകത്ത് നന്മ തരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഉറക്കനെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഇവിടുന്ന് ഇഷ്ടംപോലെ ഇബാദത്ത് ചെയ്താൽ, ഇവിടുന്ന് കുറച്ചൊക്കെ സങ്കടപ്പെട്ടാലും ടെൻഷൻ അടിച്ചാലും, ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും, നാളെ പരലോകത്തെത്തിയാൽ അല്ലാഹു അതിനൊക്കെ നന്മ ഇങ്ങനെ നമുക്കിങ്ങനെ തരും. മരിക്കലോടുകൂടെ തന്നെ അല്ലാഹു നൽകുമെന്നാണ്. മരിക്കലോടുകൂടെ സ്വർഗം മനുഷ്യൻ കാണും, നരകം കാണും, ചെന്ന് കിടക്കുന്ന ഖബറിൽ ആ സന്തോഷങ്ങൾ ആസ്വദിച്ച് കിടക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ചെന്ന് കിടക്കുന്ന ഖബർ അത് വിശാലമാക്കണം അല്ലാ. ആ ഖബർ സന്തോഷത്തോടു കൂടെ കിടക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം അല്ലാ. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗ്ഗവാസികൾ അൽയൗമ ഈ ദിവസത്തിൽ ഫീ ശൂരിൻ ഫാക്കിഹൂൻ هم وأزواجهم في ظلال على الأرائك متكئون. സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞാൽ അവരും അവരെ ഇണകളും എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ ഭാര്യമാർ എല്ലാവരും സന്തോഷത്തിലാണ്. നല്ല പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട്. നല്ല തണൽ മരത്തിന്റെ ചുവട്ടിൽ ലിലാൽ എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് 1000 വർഷം ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നിങ്ങിയാലും എന്റെ മുഅ്മിനേ, ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ 1000 വർഷം നടന്നു നീങ്ങിയാലും അത് മുറിക്കാൻ കഴിയില്ല. 1000 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 50,000 വർഷത്തെ വൈദൂരമാണ് അവിടത്തെ ഒരു ദിവസമുള്ളത്. ഇവിടത്തെ 50,000 വർഷത്തെ വഴിദൂരം അവിടുത്തെ ഒരു ദിവസത്തിന്. സഹോദരങ്ങളെ, ആലോചിക്കണം. അങ്ങനെ ഒരു 1000 വർഷം ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ ഈ മനുഷ്യൻ അങ്ങനെ നടന്ന് നടന്ന് നീങ്ങിയാലും ആ തണലിനെ മുറിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോ ഇത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. നല്ല ചാരിക്കസാലയിൽ ഓനിങ്ങനെ ചാരിയിരുന്നിട്ട് അവരെങ്ങനെ തന്റെ ഭാര്യയും തന്റെ ഭർത്താവും സന്തോഷത്തോടുകൂടെ മുഖാമുഖമാണ്. മുഖാമുഖം ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടെ അവരിങ്ങനെ പങ്കുവെച്ചിട്ട് അവര് വല്ലാത്ത ആനന്ദത്തിലാണ്. അവരെ കൊതിക്കുന്നതെന്തോ അവരാഗ്രഹിക്കുന്നതെന്തോ എല്ലാം അവിടെ സുലഭമാണ്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട
നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ഒരു പണിയെടുക്കാതെ ഇങ്ങനെ ചായക്കസാരയിൽ ഇങ്ങനെ ഇരിക്കലോടെ എന്ത് വേണോ എല്ലാം അവിടെ സുലഭമാണ് എല്ലാം അവനെ കാത്തിരിക്കുകയാണ് എല്ലാം റെഡി എത്ര കാലം നമ്മളിങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് വളരെ കുറഞ്ഞ കാലം മാ ബൈന സിത്തീന വ സബഈൻ റസൂലുള്ളാഹിന്റെ അനുയായികൾ ആയസ് എന്ന് പറഞ്ഞാൽ മാ ബൈന സിത്തീന വ സബഈൻ 60-ന്റെ 70-ന്റെ അടിയിലാണ് ആകെ പ്രായം അവിടുന്ന് അങ്ങോട്ട് കിട്ടിയ ലക്കി അല്ലേ ലക്കി അടിച്ചു എന്നൊക്കെ പറയാം നമുക്ക് അവിടുന്ന് കിട്ടിയ കുറച്ചും കൂടെ ഒക്കെ അൽഹംദുലില്ലാ കിട്ടി അതിന്റെ മുമ്പ് തന്നെ അറ്റാക്ക് വന്ന് സൈലന്റ് അറ്റാക്ക് വന്ന് ക്യാൻസർ വന്ന് കിഡ്നി തകരാറിലായി എത്ര പേരാണ് അല്ലാഹുവേ ഞങ്ങളെ ഉള്ളിൽ വല്ല രോഗത്തിന്റെ വല്ലടയാളവും ഈ സമയത്തുണ്ടോ ഞങ്ങൾക്കറിയൂല അല്ലാ ഈ സമയത്തിന്റെ ദിവസത്തിന്റെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണം അല്ലാ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാ സൈലന്റ് മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ ആലോചിക്കണം എന്റെ മുഅ്മിനേ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ കൊതിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം റെഡി എല്ലാം കിട്ടും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആഗ്രഹിച്ചത് മുഴുവൻ ചിന്തിച്ചത് മുഴുവൻ ആലോചിക്കുന്നത് മുഴുവൻ അല്ലാഹു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം അവിടെ വെറും രക്ഷയുള്ളൂ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് രക്ഷ മാത്രം സലാം മാത്രം അല്ലാഹുവേ പടച്ചവനെ നിന്റെ സ്വർഗ്ഗാവകാശികൾ പാവപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്നാൽ അവിടെ വേറെ ഒരു വിഭാഗമുണ്ട് വംതാസുൽ അയ്യുഹൽ മുജ്രിമൂൻ തമ്മാടികളായ ആളുകളോട് ഈ ദിവസത്തിൽ നിങ്ങൾ മാറി നിൽക്കണേ നിങ്ങൾ അങ്ങോട്ട് പോകണേ നിങ്ങൾ അങ്ങ് മാറി നിൽക്കൂ അല്ലോമ ഈ ദിവസത്തിൽ നിങ്ങൾ ആരാണെന്നറിയോ തമ്മാടികളാൻ മോശം ചെയ്തവരാൻ തെറ്റ് ചെയ്ത മനുഷ്യരാൻ അതുകൊണ്ട് മാറി നിൽക്കാൻ പറയാൻ എന്നിട്ട് അല്ലാഹു പറയുമത്രേ അലം നഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ അല്ലാഹു വിളിച്ചിട്ട് പറയാൻ അലം മഹദീലൈക്കും യാ ബനി ആദം ഏ ആദം സന്തതികളെ നിങ്ങളോട് ഉടമ്പടി ചെയ്ത് കരാർ ചെയ്ത് മുന്നറിയിപ്പ് നൽകുന്ന നിങ്ങളോട് വരാൻ പോകുന്ന സംഗതികളെ പറ്റി പറഞ്ഞു തരുന്ന ഒരാൾ നിങ്ങൾക്ക് വന്നിട്ടില്ലയോ അങ്ങനെ നിങ്ങളെ പേടിപ്പെടുത്തി പറയുന്ന സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടില്ലയോ എന്നിട്ട് അവരെ പറഞ്ഞില്ലയോ അല്ലാ തഅബുദു ശൈത്താൻ ശൈത്താന്മാർക്ക് വഴിപ്പെടരുതേ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ ആ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ അവൻ അല്ലാഹുക്ക് വ്യക്തമായ ശത്രുവാൻ ആ ശത്രുവായ ശൈത്താൻ ആ ശൈത്താന് വഴിപ്പെടരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണേ ഇത് മുസ്തഖീമായ വഴിയാണ് ചൊവ്വായ വഴിയാണ് നേരായ വഴിയാണ് ആ വഴിയിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ആ വഴിയിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്കാരും മുന്നറിയിപ്പ് തരുന്നവരാൾ കടന്നു വന്നിട്ടില്ലയോ ഇതൊന്നും പറഞ്ഞുതരാൻ ഒരാൾ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവര് പറയും പടച്ചോനെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നിഷേധിച്ചു ഞങ്ങൾ കളവാക്കി എന്നവർ സത്യം അവിടുന്ന് തുറന്നു പറയും എന്റെ മുഅ്മിനീങ്ങളെ മുസ്തഖീമായ വഴിയിൽ ഇങ്ങനെ പോകണം സ്വാലിഹീങ്ങളെ വഴിയിൽ പോകണം ഒരു സംശയം ഉണ്ടാകും ഇന്ന് പല വിഭാഗക്കാരും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും വിശുദ്ധ ഖുർആൻ ഓതുന്നു എല്ലാവരും ഹദീസ് പറയുന്നു എല്ലാവരും പിന്നെ വിശുദ്ധ ഖുർആനും ഹദീസും ആയത്തും ഹദീസും ഒക്കെ അർത്ഥം വെച്ച് പറയുന്നു ഒരു പക്ഷേ നമുക്ക് സംശയം തോന്നും പടച്ചോനെ ഏതാ പുതിരി ശരി
ഇവിടെയാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി ഏതാണ് എന്ന് ചിന്തിക്കേണ്ടത്. ഏതാണ് നേരായ വഴി, ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്. ഇപ്പൊ തന്നെ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ നമ്മളെ മക്കൾ, നമ്മളെ പേരമക്കളൊക്കെ ജീവിക്കുന്ന സമയം വരുമ്പോ സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോലം എന്തായാലും കടന്നു വരും. എന്താ കാരണം? ഇപ്പൊ തന്നെ നമുക്ക് തോന്നൂലേ അതൊന്നും കുഴപ്പമില്ല, അതിപ്പോ ചെറിയ ഒരു ഇതല്ലേ ഉള്ളൂ അല്ലേ. ഇപ്പൊ കഞ്ചാവും ലഹരി പദാർത്ഥങ്ങൾ കൂടി ഇപ്പൊ ആൻസ് വെക്കുന്നത് വലിയൊരു ഗൗരവം നമ്മൾ കാണില്ല. ഗൗരവമില്ലാത്തോണ്ടല്ല, ഗൗരവം തന്നെയാണ്. പക്ഷെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന അത്ര ഗൗരവം നമ്മളിപ്പോ അതിന് ആൾക്കാരുടെ ഇടയിൽ കാണുന്നില്ല. എന്താ കാരണം എന്നറിയോ? അതിനെക്കാട്ടി അപ്പുറത്ത് അതിനെക്കാട്ടി വലുതുണ്ടായപ്പോ സഹോദരങ്ങളെ, എത്ര ചെറുതാണെങ്കിലും ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളെ ഗൗരവത്തിൽ കാണുകയും നേരായ വഴി ആരുടെ വഴിയാണ്, മുസ്തഖീമായ വഴി ആരുടെ വഴിയാണ് നമ്മൾ മനസ്സിലാക്കണം. മരിക്കണ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട്. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാ പറഞ്ഞത്. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പറയാൻ, അത് ചൊല്ലി മരിക്കാൻ എന്റെ മുഅ്മിനെ എല്ലാവർക്കും സാധ്യമല്ല. ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലൂടി വാപ്പ എന്ന് പറയരുത്. കാരണം എന്താ? ചില മക്കള് ഇതാണ് വേഗം മരിച്ചു കിട്ടിയാല് സ്വത്ത് ഒരിച്ചെടുക്കാന്ന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. പണ്ടാറം ബാപ്പ മരിക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടണില്ല, ബാപ്പ വേഗം പോവാണെങ്കിൽ എനിക്കതൊക്കെ ഓരിച്ചെടുക്കാലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാപ്പ എഴുത്തിരുന്നാണ് ചെല്ലൂടി വാപ്പ എന്ന് പറയണ്ട, എന്നാലും ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം. ബാപ്പ അത് കേട്ട് ചൊല്ലിക്കോളും. എന്നാൽ എന്റെ സഹോദര പറഞ്ഞു വരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാളങ്ങ് പറഞ്ഞു മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രമെടുത്താൽ മഹാനായ ശംസുൽ ഉലമ, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണം അല്ലാഹ്, അവിടുത്തെ പദവി ഉയർത്തണം അല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ശംസുൽ ഉലമയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന് എത്ര തവണ നമ്മൾ കേട്ടവരാണ്. മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ പടച്ചവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മരുമകന്റെ കയ്യിൽ വെച്ചിട്ടുള്ള പല്ല് പോലും എടുത്തു കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് ഈ പല്ല് പോലും വെച്ച ഒരു പല്ല് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതുപോലെ മൂരിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഉറക്കെ ചൊല്ലി മരിക്കാൻ മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ അല്ലാഹുവേ അവിടത്തൊക്കെ ദറജ ഉയർത്തണമല്ലോ, അവിടത്തെ പദവി ഉയർത്തണമല്ലോ. മഹാനായ പന്മള ഫരീദ് ഉസ്താദ് ചെമ്മാട്ട് ദർസ് നടത്തിയിരുന്ന സമസ്തയുടെ ഒരു മുശാവർ അംഗമായ ഒരാൾ, മഹാനായ പൊന്മള ഫരീദ് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കണ ദിവസത്തിൽ മഹാനവറുകൾ പറഞ്ഞത്, ഇന്ന് 9 മണിക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ എന്നെ മറവ് ചെയ്യണം. 9 മണിക്ക് ശേഷമാണ് ഞാൻ മരിച്ചതെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് എന്നെ മറവ് ചെയ്യാവൂ എന്ന് മഹാനായ പൊന്മള ഫരീദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒളുണ്ടാക്കാൻ പോയി, ഒളുവൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോ വളരെ സന്തോഷത്തോടുകൂടി വളരെ രോഗശൈലിയിലാണെങ്കിൽ പോലും മഹാനവറുകൾ വന്ന് കിടന്ന് നേരത്തെ തയ്യാർ ചെയ്തിട്ടുള്ള കട്ടിൽ വന്ന് സുഖമായി കിടന്നിട്ട് 9 മണിക്ക് ശേഷം മഹാനവറുകൾ സന്തോഷത്തോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണ സമയം കൂടി പറഞ്ഞിട്ട് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് 9 മണിക്ക് മുമ്പ് മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ മറവ് ചെയ്യണം. അല്ല, 9 മണിക്ക് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 9 മണിക്കാണ് എന്നെ മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം.
ഇന്ന് ഞാൻ മരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വഴിയുണ്ട്, അത് നേർമാർഗത്തിന്റെ വഴിയാണ്, സിറാത്ത് മുസ്തഖീമായ വഴിയാണ്. ആ വഴിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി തേടിയാൽ ആ മഹാന്മാർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് അവരുടെ കയറിലൊന്ന് പിടിച്ചുകൂടിയാൽ അവരെ സഞ്ചരിച്ചു പോകുന്ന പാതയുണ്ടല്ലോ, ആ പാതയിൽ അങ്ങ് പിൻപറ്റിയാൽ എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങളെ, നാളെ രക്ഷപ്പെടാൻ, പരലോകത്ത് സ്വർഗം കൈവരിക്കാൻ നമുക്കും സാധ്യമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അതുകൊണ്ടാണ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഖിലൂൻ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ, ധാരാളം ആളുകൾ വഴിപിഴച്ചു പോയിട്ടുണ്ട്. അഫലം തകൂനൂ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ആളുകളൊക്കെ വഴിപിഴച്ചു കൊണ്ടിരിക്കാൻ, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും മനുഷ്യന്മാർ വഴിപിഴച്ചു കൊണ്ടിരിക്കുന്നു. അധികരിച്ച ആളുകളും വഴിപിഴച്ചിട്ടുണ്ട്. അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ, ആദിഹി ജഹന്നം, ആദിഹി ജഹന്നം, ഇത് നരകാണ്, ഇത് ജഹന്നമാണ്. ആദിഹി ജഹന്നം, ഇത് നരകമാണ്. ഇത് നരകം എന്ന് പറയാൻ ആ നരകം കൊണ്ട് കൊണ്ടുവരണം അല്ലേ? ആദിഹി, ഇത് നരകാണെന്ന് പറയാൻ, ഇത് മൊബൈലാണെന്ന് പറയാൻ കയ്യിൽ മൊബൈൽ വേണം എന്ന പോലെ ആദിഹി ജഹന്നം, ഇത് നരകാണ്. ഇത് നരകാന്ന് പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, 70,000 കുളത്തുള്ള ഓരോ കുളത്തിന്റെ മുകളിലും 70,000 മാലാഖമാരിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 70,000 കുളത്തുള്ള ഒരു ഭീമാകാരമായ വല്ലാത്ത ഒരു ജഗന്നമിനങ്ങനെ കൊണ്ടുവരുമ്പോ ഓരോ കുളത്തും 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ 70,000 കുളത്തുള്ള ഒരു സാധനത്തെ കൊണ്ടുവന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, ആദിഹി ജഹന്നം, ഇത് നരകമാണ്, ഇതാണ് നരകം കേട്ടോ. എന്നിട്ട് പറയാണ്, ആദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ടിട്ടുള്ള, നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നരകം ഇതാണ്. അതുകൊണ്ട് ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, ഇസ്ലൗഹ, ഈ ദിവസത്തിൽ നിങ്ങൾ കടക്കണേ. ഇസ്ലൗഹൽ യൗം, ഈ ദിവസത്തിൽ ഇതിലേക്ക് അങ്ങ് കടക്കണേ. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധികളായതിന്റെ പേരിൽ, നിങ്ങൾ തമ്മാടികളായതിന്റെ പേരിൽ, നിങ്ങൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ, ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, ആ ജഹന്നമിനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കടന്നോളീന്ന് അല്ലാഹുവോട് പറയും. അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ. അപ്പൊ ചില മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ നമ്മൾ ആ പഴയ സ്വഭാവം എടുത്തു നോക്കും. കുട്ടികളോട് മാസ ഫീസ് കൊണ്ടുവരാൻ പറഞ്ഞാലേ, നാളെ നിങ്ങൾ എല്ലാവരും മാസ ഫീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ല. ഈ മാസം ഞങ്ങൾ അടുത്ത മാസം അടക്കാൻ കേട്ടോ എന്ന് പറയും, അപ്പോഴും അടക്കൂല. അങ്ങനെ അവസാനം ഇങ്ങനെ പോയി പരീക്ഷയുടെ ടൈം ആയപ്പോ ഉസ്താദ്മാര് തീരുമാനം എടുത്തു, കമ്മിറ്റിക്കാരും, പരീക്ഷ എഴുതണമെങ്കിൽ മാസ ഫീസ് അടക്കണം. അപ്പൊ എന്ത് ചെയ്യും? കുട്ടികളെ പുറത്താക്കും, ചിലപ്പോൾ പോയി കൊണ്ടുവരാന്ന് പറയും. വീട്ടിലേക്കൊക്കെ പോയി മാസ ഫീസ് ആയിട്ട് ചിലവർ വരും, ചില രക്ഷിതാക്കൾ വിളിക്കും, ചില ആൾക്കാർക്ക് ഹാലിളകി മദ്രസക്ക് വരും, ഞാൻ ഇവിടെ മുമ്പ് എന്തെങ്കിലും തരാണ്ടോ, ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യാണ്ടോ, ഞാൻ നിങ്ങളെ പറിച്ച് എന്റെ കുട്ടിനെ നിങ്ങൾ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഹാലിളകി കുറെ പറയും. അത് അതിന്റെ ഒരു സ്വഭാവമാണ്. അവസാന ഘട്ടത്തില് നമ്മളത് ചിന്തിക്കുള്ളൂ. കല്യാണം 2 മാസം മുമ്പ് തീരുമാനിച്ചാലും കല്യാണത്തിന്റെ പണി തുടങ്ങൽ എപ്പോഴേക്കാരം? ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ്. അത് നമ്മളെ സ്വഭാവമാണ്. ഈ പണ്ടൊക്കെ അള്ളാഹു പറഞ്ഞു, നരകത്തെ മുമ്പിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞങ്ങോട്ട് കടന്നോളിട്ടോ, ഞാൻ പ്രവേശിച്ചോളി. ആ സമയത്താണ് നമ്മളെ യഥാർത്ഥ പണി. പടച്ചോനെ, ഞാനത് അങ്ങോട്ട് പോയതായിരുന്നു, ഞാനത് ഇങ്ങോട്ട് പോയതായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പലതും ചെയ്യാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തി നോക്കി, പക്ഷെ നടക്കാതെ പോയതാണ്.
ഇങ്ങനെ പറഞ്ഞു കുറെ അള്ളാഹിനോട് ഇങ്ങനെ പറയാനുള്ള ശ്രമം. എന്നാൽ എന്റെ സഹോദര അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങളെ ഒരു കളിയും നടക്കൂല. അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം അവരുടെ വായകളുടെ മേൽ സീൽ വെച്ചിട്ടുണ്ട്. വതുകല്ലിമുനാ ഐദിഹിം അവരെ കരങ്ങൾ സംസാരിക്കുന്നു. വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുന്നു. ബിമാ കാനൂ യക്സിബൂൻ അവർ ചെയ്തിട്ടുള്ള നന്മ അവർ ചെയ്തിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുകയാണ്. ഒന്നും പറയാൻ പറ്റൂല. അവരെ പ്രവർത്തിച്ചിട്ടുള്ള ഒന്ന് എന്തൊക്കെയാണെങ്കിൽ ആര് സാക്ഷി പറയുന്നു, കൈകളെ സംസാരിക്കുന്നു, വായകളെ മേലെ സീരി വെച്ചിട്ട് വേറെ ഒന്നും പറയാൻ അല്ലാഹുവിനോട് വേറെ ഒന്നെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വകുപ്പില്ലാത്ത വല്ലാത്ത ഒരു ദിവസം വരുന്നുണ്ട്. അല്ലാഹ് ആ ദിവസം രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കിട്ടാവുന്ന ചാൻസുകൾ, നല്ല ദിവസങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ, വരാനിരിക്കുന്ന വലിയ ഭയാനകരമായ നരകത്തിന്റെ ആ കുണ്ടിൽ പോയി ചാടാതിരിക്കാൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗം കൈവരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരന്മാർ കൃത്യമായി പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ ഇത് തുടങ്ങിയിട്ട് ഇന്നേ വരെ മുടങ്ങാതെ പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? പടച്ചോനെ, മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്തിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന ചിന്തയിലാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം അവന്റെ ഓശാരമായി ഔദാര്യമായി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പറ്റാവുന്നതൊക്കെ ഇഷ്ടം പോലെ നന്മകൾ ചെയ്ത്, പ്രത്യേകിച്ച് റജബ് മാസമാണ്, അള്ളാഹുവിലേക്ക് ചോദിക്കുക. ചോദിച്ച് അള്ളാഹുവിലേക്ക് കേണപേക്ഷിച്ച് ചോദിക്കുക. അള്ളാഹു നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് കൃത്യമായി ഇബാദത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഒന്നും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ സാമ്പത്തികമായി ഉള്ള ആളുകളൊക്കെ നിങ്ങളെ കഴിവിന്റെ പരമാവധിയൊക്കെ സഹായങ്ങൾ നൽകാൻ, നമ്മുടെ ഉമ്മയെ ഓർക്കാൻ, നമ്മുടെ ബാപ്പയെ ഓർക്കാൻ, നമ്മുടെ വല്യമ്മയെ ഓർക്കാൻ, നമ്മുടെ വല്യപ്പാനെ ഓർക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. ഈ കാണുന്ന നൂറുകണക്കിന് ആളുകൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് 500 ആളുകൾ, 400 ആളുകൾ എത്രയോ പങ്കെടുക്കുന്നുവെങ്കിൽ അവരൊക്കെ കൂടിയിരുന്നിട്ട് നമ്മളിപ്പോ ഒരു 100 രൂപ, ഒരു 200 രൂപ, ഒരു 500 രൂപ, ഒരു 1000 രൂപ, എല്ലാവരുടെയും ബാപ്പ മരിച്ച മാസം എന്തായാലും ഒന്നിക്ക റജബാവും, അല്ലെങ്കിൽ ഷാബാനാകും, അല്ലെങ്കിൽ റമദാനാകും, ഏതെങ്കിലുമൊക്കെ മാസത്തിൽ മരിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ആണ്ടിന്റെ ദിവസങ്ങളൊക്കെ വരുന്ന ആ ഒരു മാസം വരുമ്പോ ബാപ്പാന്റെ അടക്കയിൽ നിന്ന്, ബാപ്പാന്റെ തേങ്ങയിൽ നിന്ന്, അല്ലെങ്കിൽ ബാപ്പ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങിന്റെ വരുമാനത്തിൽ നിന്നാണ് നമ്മളൊക്കെ ആസ്വദിക്കുന്നത്. പോകട്ടെ, ഒരു സെന്റ് ഭൂമി പോലും വാങ്ങാൻ വകുപ്പില്ലാത്ത നമ്മൾ, നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും പാടത്തും പറമ്പിലും കിടന്ന് അധ്വാനിച്ച് കിട്ടിയ അതിൽ നിന്നാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എന്നാൽ ആ ഒരു മാസം വരുമ്പോ, ആ മജ്‌ലിസുൻ നൂറിന്റെ ഒരു ദിവസം വരുമ്പോഴെങ്കിലും ഒരു 1000 രൂപ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 500 രൂപ കൊടുത്ത്, അത് ഓർക്കണം. നിങ്ങൾ ആരും കൊടുത്തില്ലെങ്കിലും ഈ പരിപാടിയൊക്കെ നടന്നു പോകും. പക്ഷേ എന്റെ വാപ്പാനെ ഓർക്കാൻ, എന്റെ ഉമ്മാനെ ഓർക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യുമ്പോ, പടച്ചോനെ എന്റെ ഉപ്പാക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെന്ന് ആലോചിച്ച് ആ ഒരു മാസം വരുമ്പോഴെങ്കിലും എന്റെ മുഅ്മിനീങ്ങളെ ദുആ ചെയ്യിപ്പിക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. പഴയ കാലത്തൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് പാട്ടപ്പിരിവിലൊക്കെ ഒരു 10 ഉറുപ്പിക ഇടല്. അതൊന്നും നിങ്ങളൊക്കെ പോയാലും കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങളിങ്ങനെ ചുരുട്ടി മടക്കി ഇനി അത് ഒന്നിനും പറ്റാത്ത കോലത്തിലാക്കിയിട്ടുണ്ടാവും. ഓലതൊക്കെ ഇങ്ങനെ ഇസ്തിരക്കെട്ട് ശരിയാക്കി സംഘാടകർ പോകുമ്പോത്തിന് പിന്നെ നേരം വൈകും. കാരണം അതൊക്കെ ഇസ്തിരിട്ട് ശരിയാക്കേണ്ടി വരും. അതും ഇനി വേറെ എവിടെ എടുക്കൂലെന്ന് കണ്ട പൈസയും കൂടി ഉൾക്കൊണ്ടേയിടും, പാട്ടപ്പെരും കൊണ്ടിടും. ആ 10 ഉറുപ്പിയൊക്കെ മാറ്റി ഒരു 50-100 ഇട്ട് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടിയാണല്ലോ. ഒന്നും കൂടിയൊക്കെ നമ്മുടെ ഈ പരിപാടികളൊക്കെ മെച്ചപ്പെടുത്തി വളരെ മനോഹരമായ സദസ്സാക്കി മാറ്റി നാളെ രക്ഷപ്പെടാനും മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യുന്ന, യാസീനോദി ദുആ ചെയ്യുന്ന ഈ നല്ലൊരു ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മൾ ഓർക്കാനുള്ളതാണ്. നിങ്ങൾ നടന്നു വരുന്ന ഓരോ വഴിയോരങ്ങളും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല് തേടുന്നുണ്ട്. അള്ളാഹു സ്വർഗ്ഗം നൽകി അവന്റെ ഓശാരമായി ഔദാര്യമായി
സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ. ഇഷ്ടംപോലെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മോഷൻ മരിച്ച ആണ്ടിന്റെ ദിവസം കൂടിയാണ് ഇന്ന്. അല്ലാഹു തആല അവരുടെ പരലോകം നന്നാക്കി കൊടുക്കട്ടെ, ആഖിറലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗ്ഗമോശാരമായി ഔദാര്യമായി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടന്ന് മുതൽ അവരെ കബറിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അല്ലാഹു ആ സന്തോഷങ്ങളെ ബില്യൺ കണക്കിന് അല്ലാഹു ജാസ്തിയാക്കി കൊടുക്കട്ടെ. വല്ല വിഷമവും വല്ല പ്രയാസവും അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം മാപ്പ് കൊടുത്തതിനെല്ലാം മാപ്പ് കൊടുത്ത് സ്വർഗ്ഗം നിന്റെ ഓശാരമായി ഔദാര്യമായി നൽകണേ തമ്പുരാനെ. ഇങ്ങനെ നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് പലവരും ഖബറിലാണ്. അല്ലാഹുവിന്റെ ഖബറുടെ സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مجلس مجلس النور ആരംഭിക്കുകയാണ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله رب العالمين لك الحمد يا ربي يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه هذه هدية ونكرم كونوا لنا يا هودنا سيد أبو داود زهودا زياد يبرز زيد يزيد المحرز عن كلهم رضوان الله سهل بشير ثم بيع سليم آنس سعد أبو اليسر وسهيل سليم عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا سعد إياس أخنس أبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله شريكنا الخيراش شواد الشمالين الخشا شماس خيداش يشا عامر شجاع عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا شمسي أبو كبشا فشا يزيد خلاد النشا شاهي أبو صبر مشا عن كلهم رضوان الله صفوان عباد وسهيب أبو حسن خسو سنسائب يزيد سبيح سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന صافٍ أبو الأعوارس يودا عدي يخلص صيفيهم المحرس عن كلهم رضوان الله ضحاكهم أمر رضا نظر ريال نارلا
ضحاك أمير رضا جابر بن عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന لمرة ربعي الله وأبو اللياه قلا ضربا أبوها الناملا عن كلهم رضوان الله طوفيل رافع وطوفيل لنا وسويبط طوليبهم سهل وطوفيل سليط عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന طرا وحارثة بطهور عطيات خطو طعنا عمير يسخط عن كلهم رضوان الله لهير حارثة طلهر آمر منذر لله ظهرا معاذ حافظا أبو سليط عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന للي أبو أيوب ظهر آمر عاصم لله ظنا عمير واعلا عن كلهم رضوان الله عقبة عمرو رافع عبدة سعد مهجع عبادة والرافع أبو لمسعود عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന عقبة عباد وعصيمة عمار سع عتبة عامر دعو عن كلهم رضوان الله والنام خلاد وغى نعمان سعد مسبغا غزوا مغيث سابغا أبو لسلمة عبد الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബന إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന غزا وصبرات بغى لينا وودكات ابتغى غيظا وثابت بغى عن كلهم رضوان الله فربة رافع رفعتنا أبو سنان فاكهنا أوف صفا سعد وحارث عبد الله ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ويزيد أنسات رفعتهم عبادة وفا فالحارثات المصطفى عن كلهم رضوان الله قطبة مقداد وقدامة خولي النقو قيس ومسعود رقو قيس سراقة عبد الله ദണ്ണം വബാവ സൂരിയും
മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. قيس سراقة سق عقبة عصمة بق قيس معتيب وقو عن كلهم رضوان الله. كعب سماك مالك مسعود أمر مالك كعب معاذ مالك أبو لخالد عبد الله. സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. കഅബുൻ റിഫാഅത്തു മാലികുൻ അംറുൻ വസലമത്തു മാലികുൻ കദാ ഉമാറത്തു മാലികുൻ അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ്. ഇബ്ദത്തു സഹ്ലും മഅഖലുൻ സഹ്ലും ബിലാലുൻ ആഖിലുൻ ലീനൻ ഉവൈമുൻ നൗഫലുൻ ഹാദാ നസീലു അബ്ദില്ലാഹ്. ദണ്ണം വബാവാ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലംഅം വമാലികുൻ ഉലു അബൂ അഖീൽ യഅമലു ലൈലം മുലൈലു യഅദിലു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ്. മഅനുൻ സുലൈമുൻ സാലിമുൻ അംറുൻ ഉമൈറുൻ അർഖമുൻ മുബശ്ശിറുൻ വല്ലാസിമു അബൂ മുലൈലിൻ അബ്ദുല്ലാഹ്. ദണ്ണം വബാവാ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. مسعودهم والعاصم أبو لحمزة سالم مالكنا والعاصم عن كلهم رضوان الله. نعمان سفيان لنا نعمان أجلان سنا نهم نعيمان سنا نعمان معن عبد الله. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. نعمان ثعلبة سنا للأمر أنذرة لنا نعمان إتبان لنا عن كلهم رضوان الله. وهب وعباد سوا ذو عبد الرحمن دوا والعاصم العامر وقدنا وزيد عبد الله. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. وأبو لخارجة سواد ثابت النعمان ووديعة المسعود وعن كلهم رضوان الله. هبيل عثمان وهلال وعبد ربه هودا عبيد ثم هلال معاذ عبد الله. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. هاد أبو طلحة باتا وثابت به هذا تمام منتهي عن كلهم رضوان الله. لا رب
سواك على من كل آفات بلات مصيبات غلا أن تحميني يا الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന يسر سكرات الليا توميت دين المنجيا يا من بقي عن هاويا إني دواما يا الله يسر سكرات الليا توميت دين المنجيا يا من بقي عن هاويا إني دواما يا الله يسر سكرات الليا توميت دين المنجيا يا من بقي عن هاويا إني دواما يا الله يا من دعيني لامية 60 تمت صليا يوما تجلي المنجيا آمين سلم يا الله ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذوا من دونه آلهة إن يردني الرحمن من ضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين
إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاع إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اسلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعام فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثله
مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ വർഷം പൊതുപരീക്ഷ എഴുതുന്നവർ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +2 പരീക്ഷ എഴുതുന്നവരുണ്ട്. അതുപോലെ SSLC +2 പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഉന്നതമായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഭർത്താവിൻ്റെ കടം വീടാൻ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അവരുടെ കടങ്ങളിൽ നിന്ന് അല്ലാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ സമ്പത്തിലും സമ്പാദ്യത്തിലും അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. 13 വർഷമായി സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ഇതുവരെ ഒന്നും ശരിയാവുന്നില്ല, ഒരു വീട് വെക്കാൻ പോലും സാധിക്കുന്നില്ല. പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥലം എത്രയും പെട്ടെന്ന്
നല്ല വിലക്ക് കച്ചവടമാകുന്ന അവസ്ഥ അള്ളാഹു വരുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഈ ദിവസത്തിന്റെ ഈ മാസത്തിന്റെ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ സഹായം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഖൈറായ ഒരു വീട് വെക്കാനുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ബിസിനസ് ആവശ്യം, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നൽകിയ കാശ് തിരിച്ചു തരാതെ 3 വർഷമായി കിട്ടാതെ പ്രയാസത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലി എടുക്കുന്ന കാശ് പോലും കയ്യിൽ നിന്ന് നിൽക്കാതെ പോവുകയാണ്. ഇതെല്ലാം കാരണം ഒരു സമാധാനം കിട്ടുന്നില്ല. ഇതെല്ലാം ശരിയാവാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സന്തോഷങ്ങളും അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിലും സമ്പാദ്യത്തിലും അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സമാധാനത്തോടുള്ള ജീവിതം അവർക്ക് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ മകൾ SLC പരീക്ഷയും ബിഫാമിൻ്റെ പരീക്ഷയും 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയും എഴുതുന്നുണ്ട്. പഠിച്ചത് മറന്നു പോകാതിരിക്കാനും നല്ല വിജയം കൈവരിക്കാനും സ്വാലിഹീങ്ങളായ മക്കളാവാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളുടെ പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന മക്കളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അസുഖങ്ങൾ മാറാനും പഠിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തുടർന്ന് പഠിക്കാനും ദുആ ചെയ്യാൻ ഒരു സഹോദരി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സന്തോഷങ്ങളൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പഠിക്കുന്ന കോഴ്സ് പൂർത്തീകരിച്ച് പഠിക്കാൻ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മകൻ 10ാം തരത്തിൽ പഠിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കാനും ഉന്നത വിജയം നേടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. കാലുവേദന മാറാൻ ദുആ ചെയ്ത സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മകൾ മദ്രസയിൽ 10ാം തരത്തിൽ പഠിക്കുന്നു. ഉന്നത വിജയത്തിന് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ വീടാനും അസുഖങ്ങൾ ഭേദമാകാനും പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസുഖങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മകൾ +2 പാസ്സാവാനും മക്കൾ സ്വാലിഹീങ്ങളാവാനും വേണ്ടി, അസുഖങ്ങൾ ശിഫാകാനും വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മക്കളുടെ പഠനത്തിലേക്ക് അല്ലാഹു പുരോഗതി നൽകി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസുഖങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുന്നവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മോൾ മദ്രസയിൽ 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ഗ്രൂപ്പിലൂടെ 4 ഖത്ം ഓതിയിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാരുടെ ഗ്രൂപ്പിലൂടെ ഒരു ഖത്മും തീർത്തിട്ടുണ്ട്. സഹോദരിമാരുടെ ഗ്രൂപ്പിൽ നിന്ന് 4 ഖത്മിൽ 2 ഖത്ം ഓരോ സഹോദരിമാർ ഓതി തീർത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓതിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവർ എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണോ പരിശുദ്ധമായ ഖുർആന് ഓതി പൂർത്തീകരിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഓരോ ഹർഫുകൾക്കും അല്ലാഹു വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയത് ഭാര്യാമാതാവിന്റെ അസുഖം സുഖപ്പെടാനും പുതുതായി ഗൾഫിൽ തുടങ്ങുന്ന കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാനും പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ അസുഖം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായ ആഫിയത്തിന് അല്ലാഹു കൊടുക്കട്ടെ. ദീർഘായുസ്സ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ ഗൾഫിൽ പുതുതായി തുടങ്ങുന്ന കച്ചവടത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിലും സമ്പാദ്യത്തിലും
അഭിവൃദ്ധി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉമ്മയുടെയും മകളുടെയും അസുഖം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസ് നൂർ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഓഡിറ്റോറിയം സൗകര്യം ചെയ്തെന്ന ബഹുമാനപ്പെട്ട ഹാജിയരുടെ കുടുംബം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഓഡിറ്റോറിയത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മജ്ലിസ് നൂറിലേക്കുള്ള സെറ്റ്, കസേര പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സഹായിച്ചവർ, അത് വെക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തിരുന്ന കുടുംബം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത മാസം വെള്ളം ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്. ഉദ്ദേശം നിറവേറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഉദ്ദേശത്തിലാണോ ഈ മജ്ലിസിലേക്ക് അവർ വെള്ളം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ പടച്ചോനെ അടുത്ത മജ്ലിസിന് മുമ്പായി നീ സാധിപ്പിച്ചു കൊടുക്കണം. തമ്പുരാനെ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുയുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണം. മരണപ്പെട്ട ഉപ്പാക്കും മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഹജ്ജിന് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജ് ഉംറ സിയാറത്തുകളൊക്കെ നിർവഹിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാസങ്ങളായി കാലിൽ ഇടക്ക് തരിപ്പ് വരികയാണ്. ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ സലാമത്ത് അല്ലാഹു കൊടുക്കട്ടെ. ഇനി അങ്ങനത്തെ ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ സലാമത്ത് ബദരീങ്ങളുടെ ബർക്കത്തുണ്ട് അല്ലാഹു കൊടുക്കുമാറാവട്ടെ. മോൻക്കൊരു സ്കാനിംഗ് ഉണ്ട്, അതിലൊരു കുഴപ്പമില്ലാതെ നല്ല റിസൾട്ട് വരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് മജ്ലിസ് നൂറിലേക്ക് ഒരു ചാക്ക് അരി നേർച്ചാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഈ മജ്ലിസ് നൂറിലേക്ക് നേർച്ചാക്കിയിട്ടുള്ള ആ നേർച്ചയുടെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും പ്രയാസം അല്ലാഹു ആ കുട്ടിക്ക് വരുത്താതിരിക്കട്ടെ. ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, റാഹത്തായിട്ടുണ്ട് എന്ന് കേൾക്കുന്ന അവസ്ഥ അല്ലാഹു വരുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഉദ്ദേശിച്ച കാര്യം പൂർത്തിയായി. ഒരു സഹോദരൻ നമ്മുടെ മജ്ലിസിലേക്ക് 500 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വയറുവേദന മാറാൻ പ്രത്യേക ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹലിന്റെ സെക്രട്ടറിയുടെ പെങ്ങളുടെ മകൻ സുഖമില്ലാതെ വിദേശത്ത് ചികിത്സയിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രയാസകരമായ അവസ്ഥയാണെങ്കിലും ഏത് നിലക്കുള്ള രോഗങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് പരിപൂർണമായ ശിഫയും സലാമത്ത് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അവർക്ക് വേണ്ടി നൽകപ്പെടുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ അല്ലാഹു ഫലവത്താക്കി കൊടുക്കട്ടെ. ഇന്നത്തെ മജ്ലിസിലേക്ക് പായസം നൽകിയ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഉദ്ദേശം നിറവേറാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. ഉദ്ദേശം അൽഹംദുലില്ലാഹ് നിറവേറിയിട്ടുണ്ട്. മകളുടെ വിവാഹം ശരിയാവാൻ വേണ്ടിയായിരുന്നു പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മകൾക്ക് നല്ലൊരു കല്യാണം അല്ലാഹു എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കട്ടെ. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. +1 പബ്ലിക് എക്സാമിൽ എല്ലാ വിഷയത്തിലും പാസ്സാകാനും ഡബിൾ പാസ് ഉണ്ടാകാനും നല്ല മാർക്കോടെ ഉന്നത വിജയം കിട്ടാനും A+ കിട്ടാനും ദുആ ചെയ്യാൻ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠനശേഷിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥയെത്തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എക്സാം എന്ന് കേൾക്കുമ്പോൾ വലിയ ടെൻഷനും പ്രയാസമൊക്കെയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും പ്രയാസം അല്ലാഹു വരുത്താതിരിക്കട്ടെ. മൂത്രക്കല്ല് മാറാൻ വേണ്ടി പേരക്കുട്ടിയുടെ അസുഖം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബുദ്ധിമുട്ടൊക്കെ നീക്കി കൊടുക്കട്ടെ. അവരുടെ പേരക്കുട്ടിയുടെ അസുഖം അല്ലാഹു പരിപൂർണ്ണ ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നൽകപ്പെടുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ അല്ലാഹു ഫലവത്താക്കി കൊടുക്കട്ടെ.
ചെറുപ്പക്കാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരു ബുദ്ധിമുട്ടിലേക്കും വിഷമത്തിലേക്കും അല്ലാഹു എത്തിക്കാതിരിക്കട്ടെ. ബ്ലോക്കിന്റെ പ്രശ്നമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ജോലികളും കൃത്യമായി എടുക്കാൻ പറ്റുന്ന അവസ്ഥയുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു ആ സഹോദരന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് ഒരു സഹോദരനും സഹോദരിയും ഈ മജ്ലിസിലുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റാഹത്ത് യാത്രയും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഒരു വിഷമവും പ്രയാസവും ഇല്ലാതെ എല്ലാ കർമ്മങ്ങളും അതിന്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ, മഖബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും സിയാറത്തുകളും നിർവഹിക്കാൻ അല്ലാഹു ആ സഹോദരനും അവരുടെ ഭാര്യയ്ക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരന്റെ ഭാര്യാപിതാവിൻ്റെയും അമ്മായിയുടെയും പരലോകഗുണത്തിന് വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അവരെ നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥി പ്രസ്ഥാനമാകുന്ന SKSF-ന്റെ 35ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ചയാണ്. നാളെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയമായ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം തുടക്കം കുറിക്കലോടുകൂടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടലോടുകൂടി 3 ദിവസത്തെ വിപുലമായ പരിപാടിയുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മറ്റന്നാൾ ഞായറാഴ്ച നടക്കുന്ന വിപുലമായ അതിന്റെ 35ാം വാർഷിക മഹാസമ്മേളനം 35,000 വിജിലന്റ് വിക്കായെ സമർപ്പിക്കുന്ന പരിപാടി ഇൻഷാ അല്ലാഹ്. എല്ലാ ആളുകളും പരമാവധി പറ്റാവുന്ന ആളുകളൊക്കെ നമ്മളെ അടുത്ത് തന്നെയാണല്ലോ ഇൻഷാ അല്ലാഹ് കോഴിക്കോട്. പരമാവധി ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വന്തമായി വാഹനമുള്ള ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിക്ക് സ്വന്തമായി വാഹനം എടുത്തുകൊണ്ട് അതിൽ പരമാവധി ആളുകളെ ഇൻഷാ അല്ലാഹ് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാടിയിലേക്ക് പോകണം. ഇനി വണ്ടി ഇല്ലാത്തത് കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, വണ്ടി ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ, SKSF-ന്റെ നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള സൗകര്യം ഇൻഷാ അല്ലാഹ് അവർ ഏർപ്പെടുത്തി തരും. ഇൻഷാ അല്ലാഹ് ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് സാദാത്യങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ ഒന്ന് കൂടാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ച് രണ്ടത്താണ് ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ച് കൊണ്ട് നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെ വാർഷിക സമ്മേളനം വരുന്ന 5-ാം തീയതി തിങ്കളാഴ്ച, ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ച ഇസ്ലാമിക് സെന്റർ പരിസരത്ത് വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി മുത്താടം അല്ലാഹു ജല്ല ജലാലുഹു എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് പരിപാടിയിലും സംബന്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ആയുസ്, നമുക്ക് നൽകുന്ന സമയങ്ങൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന നിഅമത്തുകൾ അവന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسر الأسرار وترياق الغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله فضاله. اللهم صل على سيدنا محمد الفاتح لما ولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره مقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى ما بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام ولتلاوة القرآن ولسائر الخيرات والحسنات يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ അല്ലാമുൽ അയ്യൂബായ സത്താറായ വഹാബായ വദൂദായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച സെക്കൻഡ് സമയങ്ങൾ എല്ലാം നിന്റെ മക്കൾ വലിയ കബൂലിയത്തുള്ള അമലാക്കണം അല്ലാഹ് നീ സ്വീകരിക്കുന്ന അമലാക്കണം അല്ലാഹ് ഈ മജ്ലിസിൻ നൂർ ഞങ്ങളെ ഖൽബ് നൂറാക്കുന്ന മജ്ലിസാക്കണം അല്ലാഹ് ഞങ്ങളെ ഖബർ നൂറാക്കുന്ന മജ്ലിസാക്കണം അല്ലാഹ് ഞങ്ങളെ വിഷമങ്ങളെ കരയാൻ കാരണമാകുന്ന മജ്ലിസാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീങ്ങാൻ കാരണമാകുന്ന മജ്ലിസാക്കണം അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണം അല്ലാഹ് പരാജയപ്പെടുത്തല്ല അല്ലാഹ് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകണം അല്ലാഹ് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ഇരുലോക വിജയം നൽകണം അല്ലാഹ് അവരെ ഏർപ്പാടിലേക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാഹ് അല്ലാഹു ഈ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പാക്ക് ചെയ്യുന്നതിന് വേണ്ടി പായസം വിതരണം ചെയ്യുന്നതിന് മറ്റും ബന്ധപ്പെട്ട ഈ മജ്ലിസിൻ നൂറുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ അതിന് വേണ്ടി ആരെല്ലാം ഏതെല്ലാം വിധേന സഹകരിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ ഖൈർ നൽകണം അല്ലാഹ് ബർക്കത്ത് നൽകണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിൽ നീ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ് നീ വിജയത്തിലാക്കണം അല്ലാഹ് ഒരു പ്രതിസന്ധിയിലും നീ പെടുത്തല്ല അല്ലാഹ് ഒരു വിഷമത്തിലും നീ പെടുത്തല്ല അല്ലാഹ് ബദരീങ്ങളെ കാവല് കിട്ടുന്നവരെ കൂട്ടത്തിൽ അവരെല്ലാവരെയും നീ ചേർത്തണം അല്ലാഹ് അല്ലാഹുവേ ബദരീങ്ങളെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ ഖൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണം അല്ലാഹ് ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ് ഞങ്ങളെ അഖ്വാലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ അഫ്ആലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ അഹ്വാലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ ഹറകാത്ത് സകനാത്തുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ ഇടപെടലുകൾ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ സ്വഭാവം നന്നാക്കണം അല്ലാഹ് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ് നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനോ നന്മയുമായി സഹായിക്കാനും സഹകരിക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് ആദരിക്കേണ്ടതിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് ആദരിക്കേണ്ടതിനോട് അനാദരവ് കാണിച്ചുകൊണ്ട് അല്ലാഹ് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ് ഞങ്ങളെ വാക്കുകളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങളെ ഇടപെടലുകൾ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും നീ വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ
ചെയ്ത അമലിന്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലുള്ള പ്രയാസങ്ങളെ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. കിബ്ർ, ഹസദ്, റിയാ പോലെയുള്ള രോഗങ്ങളെ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഗീബത്ത്, നമീമത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. ശരീരത്തിലെ 2 അവയവങ്ങളെ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാൻ ഞാൻ തയ്യാറാണെന്ന് ഷഫീഉന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാ, അതിലൊന്ന് നാവാണെങ്കിൽ മറ്റൊന്ന് ഗുഹ്യ അവയവാണല്ലോ. ഇതിനെ 2നെയും സൂക്ഷിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ, ഫിത്ന അധികരിച്ച കാലഘട്ടത്തിലാ, ഫസാദ് അധികരിച്ച കാലഘട്ടത്തിലാ അല്ലാ, തെറ്റുകൾക്കുള്ള സാഹചര്യങ്ങളെ വിശാലമായി കിടക്കുന്ന കാലഘട്ടത്തിലാ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാ, ഞങ്ങൾക്ക് ഹിഫ്ള് നൽകണം അല്ലാ, ഞങ്ങൾക്ക് കാവൽ നൽകണം അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. പരിശുദ്ധമായ റമദാനിന് ഒരുങ്ങി തയ്യാറാവാൻ വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ തലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച മാസത്തിലാണ് റജബ് ഷഹറുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധമായ മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നത്. അല്ലാ, ഈ 2 മാസത്തിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം അല്ലാ. ഇതിനെ നല്ല പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാ, പരിശുദ്ധമായ റമദാനിനെ ഒരുങ്ങാൻ, അതിനെ സ്വീകരിക്കാൻ, അതിനർഹിക്കുന്ന ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. റമദാനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ചേർത്തണം അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാ. നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് തന്നതല്ല, എല്ലാവരുടെ ഓശാരമായി ഞങ്ങൾക്ക് നൽകിയതാണ് അല്ലാ. ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച നീ തന്നു, ഞങ്ങൾക്ക് കാലുകൊണ്ട് നടക്കാനുള്ള ആഫിയത്ത് തന്നു, ഞങ്ങളെ കൈകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകി അല്ലാ. ഞങ്ങളെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകിയ ആഫിയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാ, നിനക്ക് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഇത് ഞങ്ങളെ തൗബയാക്കണം അല്ലാ. നിനക്ക് പൊരുത്തമില്ലാത്ത പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ലാ. നീ ഗഫൂറാണല്ല അല്ലാ, നീ ഗഫാറാണല്ല അല്ലാ. നീ ഞങ്ങളോട് പൊറുക്കണം അല്ലാ, നീ ഞങ്ങളോട് മാപ്പ് നൽകണം അല്ലാ. ബദരീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്, ഈ മാസത്തിൽ നിന്നോട് എന്ത് ചോദിച്ചാലും നീ നൽകുമെന്നാണ് അല്ലാ. ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമെന്നാണ് അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ പക്കൽ വലിയ സ്വീകാര്യതയുള്ള മഹാന്മാരാകുന്ന ബദരീങ്ങൾ അസ്മാ ചൊല്ലിയ മജ്ലിസിൽ വെച്ച, നീ ഇഷ്ടപ്പെട്ട മഹത്തുക്കളെ അനുസ്മരിച്ച മജ്ലിസിൽ വെച്ച അല്ലാ, ഒരുപാട് മശായിഖന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മജ്ലിസിൽ വെച്ച, നിന്റെ മലായികത്തുണ്ടെന്ന മജ്ലിസിൽ വെച്ച
അല്ലാ ഈ മജ്ലിസ് വിട്ടു പിരിയുന്നതിന് മുമ്പായി ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണം അല്ലാ. നിന്നെ ഓർത്ത് ജീവിക്കുന്ന അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാ. എത്ര കാലമാ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ കണക്കാക്കുന്നതെങ്കിൽ അത്രയും കാലം നീ പൊരുത്തപ്പെട്ട രൂപത്തില്, നീട്ടപ്പെട്ട രൂപത്തില് നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. നിന്റെ പക്കൽ വലിയ സ്വീകാര്യത കിട്ടുന്ന അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാ. എന്തെല്ലാം വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ മജ്ലിസിലുണ്ടോ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരിലുണ്ടോ, അവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണം അല്ലാ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, വിവിധങ്ങളായി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. രോഗമാണെങ്കിലും ബദിരീങ്ങളെ മജ്ലിസിൽ വന്നിരുന്നാൽ അതിന് ശിഫ കിട്ടുമെന്ന, അല്ലാഹുവേ സലാമത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നിരുന്നവരുണ്ട്. അല്ലാ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ചാൽ രോഗങ്ങൾക്ക് ശിഫ കിട്ടുമെന്ന അതിയായ ആഗ്രഹത്തിൽ ഇതിലേക്ക് സംഭാവനകൾ നേർന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാ എല്ലാവർക്കുമുള്ള രോഗങ്ങളുടെ അതിന്റെ വ്യാപ്തി നിനക്കറിയാം. എത്ര പ്രയാസമായ രോഗമാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രോഗം നൽകുന്നത് നീയാണല്ലോ. അത് ശിഫയാക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമാണല്ലോ അല്ലാ. ഷാഫിയായ കാഫിയായ അല്ലാ, നീ പരിപൂർണ ശിഫ നൽകണം അല്ലാ. നീ പരിപൂർണ സലാമത്ത് നൽകണം അല്ലാ. നീ പരിപൂർണ ആഫിയത്ത് നൽകണം അല്ലാ. നീ ഖുവ്വത്ത് നൽകണം അല്ലാ. രോഗം നൽകി ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, സാഗിരീങ്ങളെ സൈറിനെ തൊട്ട്, മാക്കിരീങ്ങളെ മക്കരിനെ തൊട്ട്, അല്ലാഹുവേ ആയിനീങ്ങളെ ആയിനെ തൊട്ട്, സകലവിധ ഇന്റെ ഷെറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ നാടുകളെയും ഞങ്ങളെ പ്രസ്ഥാനങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇരുലോക വിജയം നൽകണം അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ നീക്കണം അല്ലാഹുവേ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. വലിയ പ്രതീക്ഷയിൽ കടം വാങ്ങിയതാണ്, ആ ബിസിനസ്സിൽ അത്ര ലാഭം കിട്ടും ഇത്ര ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാങ്ങിയവരുണ്ട് അല്ലാഹ്. വലിയ പ്രതീക്ഷയിൽ വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങി, അതൊക്കെ പരാജയപ്പെട്ട അവസ്ഥയിൽ വലിയ കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട് അല്ലാഹ്. നീ സലാമത്ത് നൽകണം അല്ലാഹ്. നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഖൈറായ പരിഹാരം നൽകണം അല്ലാഹ്. ഇസ്സത്ത് നീ നൽകണം അല്ലാഹ്. മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാകുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഖൈറായ മാർഗം എന്താണോ ആ മാർഗത്തിലേക്ക് നീ അടുപ്പിക്കണം അല്ലാഹ്. എത്രയും പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള ഹലാലായ സമ്പത്ത് നീ നൽകണം അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളെ എളുപ്പമാക്കണം അല്ലാഹ്. ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്നവരുണ്ട്, മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറത്തുകളൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹുവേ. പുതിയതായി ബിസിനസ് തുടക്കം കുറിച്ചവരുണ്ട്, നീ വലിയ ബർക്കത്ത് നൽകണം അല്ലാഹ്. വലിയ ഐശ്വര്യം നൽകണം അല്ലാഹ്. വിജയത്തിലാക്കണം അല്ലാഹ്.
ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയവര്, പായസം നൽകിയവര്, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. വിഷമങ്ങളൊക്കെ അകറ്റി കൊടുക്കണം അല്ലാ. വിവിധങ്ങളായ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. ഈ മജ്ലിസിൽ കൂടിയവരിൽ മനസ്സിൽ കരുതിയവരുണ്ട്. അല്ലാ, എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. ആകുവേ ബദരീങ്ങളെ മജ്ലിസിൽ വെച്ച് ആകുവേ ശറഫാക്കപ്പെട്ട രാവിലെ ആകുവേ നിന്റെ മലായികത്തിന്റെ സാന്നിധ്യമുള്ള ഈ മജ്ലിസിൽ വെച്ച് ചോദിച്ചാൽ അതിനൊരു പരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അല്ലാ. ആ പ്രതീക്ഷ അല്ലാഹുവേ നീ കൈവടിയല്ല അല്ലാ. നീ സലാമത്ത് നൽകണം അല്ലാ. ബദരീങ്ങളെ കറാമത്ത് കൊണ്ട് ഖൈറായ പരിഹാരങ്ങൾ നൽകണം അല്ലാ. അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഈ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ. ആലിമീങ്ങളിൽ പെടുത്തണം അല്ലാ. ഹാഫിളീങ്ങളാക്കണം അല്ലാ. നിന്റെ ദീനിന് ഉപകാരം കിട്ടുന്ന മക്കളാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൻ നൂർ തുടങ്ങിയ കാലം തൊട്ട് ഇന്നേവരെ ഇതിൽ പങ്കെടുത്തവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, പ്രവർത്തിച്ചവര് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഇതിൽ പങ്കെടുത്തവരിൽ നിന്ന്, പങ്കെടുത്തവരുടെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ തവളഞ്ചന പള്ളിയുടെ പരിസരത്ത് മറവട്ട് കെട്ടുന്ന മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിന്റെ ഗുണങ്ങളെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അവർക്ക് വലിയ സന്തോഷം നൽകുന്ന മജ്ലിസാക്കി ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണം അല്ലാ. ഈ മജ്ലിസിനെ ഈ നാടിന്റെ വെളിച്ചമായി ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം അല്ലാ. ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നോ അവരെ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണം അല്ലാ. ഇത് പരാജയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവർക്ക് നീ തിരിച്ചറിവ് നൽകണം അല്ലാ. ഈ നാട്ടിൽ നീ ഐശ്വര്യം നൽകണം അല്ലാ. ഐക്യം നൽകണം അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി മരണം വരെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. അതിന് നേതൃത്വം നൽകുന്ന അഭിവന്ദരായ പണ്ഡിതന്മാര്, സാദാത്യങ്ങള് എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നേതാക്കൾക്ക് നീ ദീർഘായുസ്സ് നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ. അവരെ പിന്നാലെ പാറ പോലെ ഉറച്ചു നിന്ന് പർവ്വതം കണക്ക് ഉയർന്നുകൊണ്ട് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മജ്ലിസിൻ നൂറിന് ഇജാസത്ത് നൽകിയ അഭിവന്ദരായ സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള് നവ്വറല്ലാഹു മർഖദ അവരെ ദറജ നീ ഉയർത്തണം അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ ഗുണങ്ങളെ അവർ റൂഹിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അവര് വലിയ സന്തോഷത്തിലാകുന്ന മജ്ലിസാക്കി ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കുക അല്ലാ. അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം അല്ലാ. അവർ കാണിച്ചെന്ന പാതയിലൂടെ മരണം വരെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. സാഗിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. മാക്കിരീങ്ങളെ മക്കിറിനെ തൊട്ട് കാക്കണം അല്ലാ. കാദിബീങ്ങളെ കെദിബിനെ തൊട്ട് കാക്കണം അല്ലാ. മുഫ്തിനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം അല്ലാ. വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാ. സകലവിധ ഇന്റെ ഷർറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ നാടുകളെയും ഞങ്ങളെ പ്രസ്ഥാനങ്ങളെയും നീ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങൾ എവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ പങ്കെടുക്കുന്നുണ്ടോ അവിടെങ്ങളെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാ. അവിടങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നീ ഇസ്സത്തും ബർക്കത്തും സന്തോഷവും റാഹത്തും ഇരുലോക വിജയവും നൽകണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഒരു നാൾ ഞങ്ങൾ മയ്യത്തെന്ന പേരിൽ അറിയപ്പെടേണ്ടവരാണ്. അത് എന്നാണെന്ന് ഞങ്ങൾക്കറിയൂല, എവിടെ വെച്ചാണെന്നും. അത് നല്ല ദിവസത്തിലാക്കണം അല്ലാ, നല്ല സമയത്താക്കണം അല്ലാ.
ബദരീങ്ങളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് മുത്ത് ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരാക്കി ഞങ്ങളെ നീ മാറ്റണം അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടതുപോലെ മറ്റുള്ള മുഅ്മിനീങ്ങളും മരണപ്പെടാൻ കൊതിക്കുന്ന അവസ്ഥയിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങള് മരണപ്പെട്ടതും ഞങ്ങളുടെ ജനാസ കാണുന്നവര് ഞങ്ങളെപ്പറ്റി വലിയ സന്തോഷം പറയുന്ന അവസ്ഥയിലാക്കണം അല്ലാഹ്. ഒരുപാട് പണ്ഡിതന്മാര്, സാദാത്യങ്ങള്, സ്വാലിഹീങ്ങള് ഞങ്ങളെ ജനാസ നിസ്കാരത്തിന് പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഈ അടുത്തായി ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ നേതാക്കന്മാരിൽ നിന്ന്, ഞങ്ങളെ പ്രവർത്തകന്മാരെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളെ സഹായിച്ചവരെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളോട് സഹകരിച്ചവരെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ഞങ്ങളെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹ് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നൽകണം അല്ലാഹ്. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം അല്ലാഹ്. ഞങ്ങൾ ചോദിച്ചതും ഞങ്ങളെ മനസ്സിന്റെ അകത്തുള്ളതുമായ ആഗ്രഹങ്ങളുടെ ഖൈറ് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. ശർറ് എന്താണെന്ന് നിനക്കേ അറിയുകയുള്ളൂ. ഖൈറ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ശർറിനെ നീ തട്ടിമാറ്റണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാഹ്. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് നീ ഞങ്ങൾക്ക് വാക്ക് നൽകിയതാണല്ല അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരിൽ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വ സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വിനീതിന് വേണ്ടി, എൻ്റെ മരണപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മക്കും കുടുംബങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. ശുദ്ധമായ റമദാനാണ് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് വിത്തറക്കാനുള്ള മാസവും, മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് വിത്തറക്കാനുള്ള മാസവും, ഷാബാൻ അതിനെ മുളപ്പിക്കാനുള്ള മാസവും, റമദാൻ അത് കൊയ്തെടുക്കാനുള്ള മാസവുമാണ് എന്ന് ഈ മാസങ്ങളൊക്കെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഇതിന് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധമായ റമദാനിന് വേണ്ടി എല്ലാ നിലക്കും നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാവുക. ആരോടെങ്കിലും വല്ല ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിക്കുക. എല്ലാ നിലക്കും നമ്മൾ നല്ല നിലക്ക് ഒരുങ്ങിക്കൊണ്ട് റമദാനെ സ്വീകരിക്കാൻ കഴിയണം. എന്നാലേ റമദാൻ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികം ഇൻഷാ അല്ലാഹ് കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാൻ പറ്റൂലെങ്കിലും ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവിന്റെ അന്ന് ബഹുമാനപ്പെട്ട വലീദ്ദീൻ ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള നൂറ അജ്മീർ അദ്കാറുൽ മസാ ഇൻഷാ അല്ലാഹ് കണ്ണന്തളിയിൽ വെച്ച് നമ്മുടെ വീടിന്റെ പരിസരത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഡേറ്റ് ഇപ്പോൾ മാസം കാണാതെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഡേറ്റ് പറയാത്തത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അപ്പുറത്തുള്ള ഡേറ്റിലൊക്കെ പരിപാടി ഉണ്ട്. ആ പരിപാടിയുടെ ഡേറ്റ് കൃത്യമായി തീരുമാനമായാലേ അതിന്റെ ഡേറ്റുകളൊക്കെ ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ ഒരു മജ്‌ലിസിനൂർ സദസ്സില്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെപ്പോൾ അറിയിക്കുകയാണ്. വാട്സപ്പിലൂടെയും മറ്റുമായി ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ആ മെസ്സേജ് എത്തുമ്പോൾ നിങ്ങളെല്ലാം നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. നിങ്ങളൊക്കെ സാന്നിധ്യം കൊണ്ട് ആ പരിപാടി ഭംഗിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ മജ്‌ലിസ് നൂർ ഫെബ്രുവരി ഈ മാസം തന്നെയാണ്. ഈ മാസത്തെ അവസാനത്തെ ദിവസം 29-ാം തീയതി വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് നടക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.